ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോമ്പ് 13-ൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാനിന്ന് വന്നത്. രാവിലെ തന്നെ 9:30 മണിക്ക് എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ എണീക്കാൻ ഭയങ്കര മടിയാണ്. നല്ല ഉറക്ക്, എങ്ങനെയും എണീക്കാൻ വേണ്ടി തോന്നൂല. പിന്നെ എണീക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഓർഡർ എടുത്തതൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ അനിയത്തിയോളം ഡ്യൂട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനും വേഗം ഡ്യൂട്ടിയിലേക്ക് കയറി. ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോഴിയുടെയും പോക്കറ്റ് ഷവർമയാണ്. അത് വേഗം ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ മുളകും ഉപ്പൊക്കെ ചേർത്തിട്ട് അതൊന്ന് പെരക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. അങ്ങനെ ചിക്കനൊക്കെ മുളകൊക്കെ പെരക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മസാലയിലിടാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങണം. അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് അതും വേവിക്കാൻ വെച്ചതിന് ശേഷം ഇതാ ഉള്ളിയൊക്കെ അതിന് വേണ്ടിയിട്ട് ഒന്ന് തൊലിയൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതും അവിടെ അടുപ്പത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫ്രൈ ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ ഒരുക്കി എടുക്കാമല്ലോ. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിന്, നിങ്ങൾ ബാക്കി ജോലികളൊക്കെ എപ്പോഴാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ടൈം ഉണ്ടാവുമോ? നമ്മൾ വേറൊരു ഇങ്ങനത്തെ പണിയൊന്നും എടുക്കാണ്ട് തന്നെ നമ്മളെ ജോലി ചെയ്യാൻ ടൈം കിട്ടുന്നില്ല എന്ന്. അവരോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ആ ഫോണൊന്ന് മാറ്റി വെക്കുക. ഫോണെടുത്തിൽ പിന്നെ കയ്യിൽ വെച്ച് നോക്കിയാൽ ടൈം പോകുന്നതറിയില്ല, ഒന്നിനും സമയം തികയും ചെയ്യില്ല. കാരണം ഞാനും അതേ സിറ്റുവേഷനിലൊക്കെ വന്ന ആൾ തന്നെയാണ്. എന്താ വെച്ചാൽ പിന്നെ ഈ പണി തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ സ്വന്തമായിട്ടൊരു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല. അപ്പം എൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഫോണിൽ ഇങ്ങനെ ഒരു റീല് കണ്ടിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ അടുത്ത റീൽ ഇത് എണീക്കുക, ഒരു 5 മിനിറ്റും കൂടെ അങ്ങനെ 5 മിനിറ്റ് ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് അവസാനം നോക്കുമ്പോൾക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ പോയിട്ടുണ്ടാവും. നമ്മളെ പണികളൊക്കെ അവിടെ ബാക്കിയായിട്ടുണ്ടാവും. ഞാൻ പണി ഏത് സമയത്താണെങ്കിലും പണിയിലേക്ക് കീഞ്ഞാൽ പിന്നെ ഫോണുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെ ഈ അപ്പത്തിൻ്റെ പണിയെന്നല്ല, ഇനി ഏത് പണിയെടുക്കുന്നതാണെങ്കിലും എനിക്ക് ഫോൺ എടുക്കാൻ ഇഷ്ടമല്ല. ഞാൻ ഫോണ് ഉപയോഗിക്കുകയും ചെയ്യില്ല. ഫോണൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും ഞാൻ പണി തുടങ്ങില്ല. എൻ്റെ പണി തീരാണ്ട് ഞാൻ ഫോൺ എടുക്കൂല. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ പാടും ഒന്നും ഫുഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, നോമ്പല്ലേ. അപ്പോൾ എന്താക്കുമെന്ന് വെച്ചാൽ രാവിലെ എണീച്ചപാട് നമ്മൾ അപ്പത്തിൻ്റെ ഓർഡറിൻ്റെ ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കും. അരിക്കളം എന്തെല്ലാം കൊടുക്കേണ്ടതെന്ന് കൃത്യമായി ഒന്ന് നോക്കിയതിന് ശേഷം അടുക്കളയിലേക്ക് അങ്ങ് കയറും. പിന്നെ നമ്മുടെ ഓരോ ഐറ്റംസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഓരോന്നും ഇന്ന് ടൈമിന് അടുത്തതെന്ത് അങ്ങനെയായിരിക്കും. നമ്മുടെ ഭയങ്കര ടൈമിങ് ഉണ്ടാവും. ഓരോ ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും ഓരോന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഫ്രീസറിലേക്ക് അങ്ങ് കയറ്റും. പിന്നെ ഫ്രൈ ചെയ്യാനുള്ളതെങ്കിൽ അവിടെ മാറ്റി വെക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു 5 മണി നമുക്ക് നമ്മളെ ഡ്യൂട്ടി തീരും. ഇതിന് തീർന്നിട്ടില്ലെങ്കിലും ആ സമയത്ത് നിർത്തിവെക്കും. പിന്നെ നമ്മൾ നോമ്പ് മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫുള്ള് ക്ലീനിങ്ങൊക്കെ, നമ്മൾ വടിച്ച് തുടക്കലും പിന്നെ ക്ലീനിങ്ങും ഒക്കെ അതിന് ശേഷമായിരിക്കും. അങ്ങനെ അതെല്ലാം ആ ടൈമിൽ നടക്കും. പിന്നെ അലക്കുന്നത് ഒന്നെങ്കിൽ രാവിലെ പണിക്ക് കീന്നതിന് മുമ്പിലെ വാഷിലിടും, ഇല്ലെങ്കിൽ രാത്രി അത് വാഷിലിടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് രാത്രിയേക്ക് ഇല്ലത് ഇഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രാത്രിയേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ. എല്ലാവരും ലേറ്റാവും തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ അത്താഴത്തിനുള്ളത് അത് അത്താഴത്തിന് രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റിട്ടാണ് അത്താഴത്തിനുള്ള ഫുഡ് ചൂടോടെ അപ്പാന്ന് ഉണ്ടാക്കൽ. അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാത്തിനും സമയമുണ്ട്. ഫോണാണ് എല്ലാവരെയും സമയം കളയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഇതാ പറഞ്ഞെടുക്കെ എൻ്റെ കോഴി അടിയായിട്ടുണ്ട്. അനിയത്തി ചിക്കൻ റോളാക്കിയിട്ട് അതും പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ട്, അതാണ് വെളിച്ചം കുറവ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ കറണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കോഴിയുടെയൊക്കെ ഞാൻ തടുപ്പയിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അപ്പോൾ കോഴിയുടെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഷോർട്സ് വീഡിയോ കണ്ടാൽ മതി, അതിലുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണാം. പിന്നെ ഇതാ ഞാൻ പോക്കറ്റ് ഷവർമക്ക് വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. മൈദമാവ് ഒരു 30 പോക്കറ്റ് ഷവർമയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പോക്കറ്റ് ഷവർമേൻ്റെ റെസിപ്പിയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവരൊന്ന് പോയി കാണാം, ഉണ്ടാക്കി നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാ വേഗം ഞാൻ ക്യാരറ്റും ക്യാബേജും ഇതൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും മല്ലിയിലേക്ക് വേഗം അതും ഒന്ന് മുറിച്ചെടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കിയെടുത്ത് ഇനി അതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇബാദത്ത് ചെയ്യാൻ സമയം ഉണ്ടാകുമെന്ന്. ഈ പണീൻ്റെ ഇടയിൽ ലുഹറും അസുറും ഒക്കെ അങ്ങനെ പണീൻ്റെ ഇടയിലായിട്ട് നിസ്കരിക്കും. പിന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഇശാ നിസ്കാരം വരെ ടൈം ഉണ്ടാകും. അപ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓതാനൊക്കെ ടൈം ഉണ്ടാകും. ഇശാ നിസ്കാരവും കഴിഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരം
അടുക്കളയിൽ നിന്ന് ഇറങ്ങും. പിന്നെ രാവിലെ അതുപോലെ തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ 7:30 മണി 8 മണി 7:45 ഞാൻ ഉറങ്ങൂല. അപ്പോൾ ആ ടൈം വരെ ഓതാനും ഒക്കെ ടൈമുണ്ട്. ഒരുപാട് ഇഷ്ടത്തോടെയാണ് അവർ ചോദിച്ചത്. അതുപോലെ തന്നെ എൻ്റെ മറുപടിയും ഒരുപാട് ഇഷ്ടത്തോടെയാണ്. ഒരുപാട് നന്ദിയുണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, യൂട്യൂബ് വഴി എല്ലാവരും വിളിച്ചാലും എല്ലാവരും ഓർഡർ ചെയ്യാൻ വിളിച്ചാൽ ഫസ്റ്റ് ദുആ എന്ന് എൻ്റെ വീഡിയോസ് കാണാറുണ്ട്. വീഡിയോസ് കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഇപ്രാവശ്യം വന്ന 90% ഓർഡറും എനിക്ക് യൂട്യൂബ് വഴി വന്ന ഓർഡറാണ്. യൂട്യൂബിൽ നിന്ന് നമ്പർ കണ്ടിട്ട് വിളിച്ചിട്ട് ഓർഡർ തന്നവരാണ് ഒരുപാട് ആൾക്കാർ. എല്ലാം തൃക്കരിപ്പൂർ, പുറപ്പാട്, IT അങ്ങോട്ടൊക്കെ ഉള്ളവരാണ് ഓർഡർ മുഴുവൻ തന്നതും. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. എല്ലാവരും വിളിച്ചാൽ ഫസ്റ്റ് പറയൽ ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസിൻ്റെ നീറ്റ് കാര്യങ്ങളെക്കുറിച്ചാണ്. പിന്നെ രണ്ടാമത് എനിക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് വിളിച്ചാൽ തന്നെ ദുആ ചെയ്യലുണ്ട്. അപ്പോൾ എല്ലാവരോടും സ്നേഹം, ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവരും സപ്പോർട്ടും ഇനിയും ഉണ്ടാവണം എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ. കാരണം ഞാൻ ഇത്ര എത്തുന്നോ ഇവിടം വരെ എത്തുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ അൽഹംദുലില്ലാ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ എടുത്ത് പുറത്ത് പോയിട്ട് നമ്മുടെ പോക്കറ്റ് ഷവർമ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് കോഴിയടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കോഴിയടയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോഴേ നമ്മുടെ ഐറ്റംസ് നല്ല ലെവലിൽ കിട്ടും. ഇല്ലെങ്കിൽ ഫുള്ള് പൊളിഞ്ഞ് മാറും. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ കുറച്ചധികം ഓയിൽ തന്നെ ഒഴിക്കണം. എല്ലാവരും അധികം ഞാൻ വീഡിയോയിൽ കാണലുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് അത് കാണാനൊരു വൃത്തിയില്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നത്. നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ കോൺ ഫ്രൈ ചെയ്യുന്നത് ഇതുവരെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല. കോൺ ഉണ്ടാക്കുന്നത് കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഓർഡറിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ കുത്തിയിട്ട് ഇങ്ങനെ ഇടണം. അപ്പോഴേ അതിൻ്റെ ഫില്ലിങ് ഇളകിപ്പോകാണ്ടിരിക്കും. പിന്നെ അതിന് ശേഷം മാത്രം ഒന്ന് ജസ്റ്റ് മൊരിഞ്ഞതിന് ശേഷം മാത്രം അതിനെ ചെരിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളെ കോണും റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അവർക്ക് കൊടുക്കേണ്ട എല്ലാ ഐറ്റംസും റെഡിയാക്കി. അവർക്ക് ഫ്രോസൺ ഐറ്റംസും ഉണ്ട് കുറേ. അപ്പോൾ എല്ലാം വേഗം ഒന്ന് പാക്ക് ചെയ്തിട്ട് മോൻ്റെ കൊടുത്തയക്കുന്നുണ്ട്. അങ്ങനെ ഫ്രോസൺ ഐറ്റംസ് എല്ലാം ഒരു പാക്കറ്റിലാക്കി. പിന്നെ രണ്ടാമത് ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ അത് വേറൊരു ബോക്സിലും ആക്കിയിട്ട് വേഗം അതൊന്ന് കൊടുത്തയക്കും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെയും പണിയുണ്ട്. ഹാഫ് മൂണാണ് ഇന്ന് ഒരുപാട് ഓർഡർ ഉണ്ടായത്. അപ്പോൾ ഹാഫ് മൂണ് കുറേ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയും ആക്കി വെക്കുന്നുണ്ട്. ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിലേക്കുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നോമ്പ് മുറിക്കാനല്ലേ. അപ്പം അതും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വേഗം ഇതൊന്ന് ബോക്സിലാക്കിയിട്ട് അടച്ച് അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് വിടുന്നുണ്ട്. പിന്നെ ഒരു സമാധാനമാണ്. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പണിയുണ്ടെങ്കിലും ഓരോരുത്തർക്കും പറഞ്ഞ ടൈമിൽ കൊടുത്താൽ മനസ്സിന് നല്ലൊരു ആശ്വാസമാണ്. പിന്നെ ഇതൊക്കെ ക്ലീനിങ് ആക്കിയിട്ട് നോമ്പ് മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ വേഗം ഒന്ന് പുറത്ത് കഴിഞ്ഞ് തെങ്ങിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഇളനീർ കിട്ടി. അങ്ങനെ ഇളനീർ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് വേഗം അതൊക്കെ ഒഴിച്ചെടുത്തിട്ട് അതൊക്കെ എൻ്റെ പൾപ്പൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ടൈം ഒരുപാട് ഓടുന്നുണ്ട്. ഇനി ടൈം പിടിച്ചാൽ കിട്ടൂല. കാരണം എന്ന് വെച്ചാൽ ബാങ്ക് കൊടുത്ത് കഴിയും ചിലപ്പം ചിലതാകുമ്പോൾ. പിന്നെ ഞാൻ ബഡാ മൊമോസ് ആക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ അതിൻ്റെ എല്ലൊക്കെ മാറ്റി കളയുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് വീഡിയോ ബഡാ മൊമോസിൻ്റെ. എല്ലാവരും ഒന്ന് പോയി കാണാം, ഉണ്ടാക്കി നോക്കാം. എളുപ്പമാണ്. മോമോസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്. 6:15 ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് വേണം ഇനി ഇതിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം പടവട ചെയ്യാൻ ഫുള്ള് പാത്രം നിരത്തിയിട്ടുണ്ട്. ആദ്യം അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തതാണെങ്കിലും നോമ്പ് മുറിക്കാനുള്ള സമയത്ത് ഒരു വെപ്രാളും ആദ്യം വ്യാധ്യമാണ്. പുകയായിട്ട് അങ്ങ് നിരത്തി വരും. അപ്പോൾ ഇത് നമ്മുടെ ബഡാ മൊമോസ് റെഡി ആയിട്ട് അതൊക്കെ ഒന്ന് മുറിച്ച് വേഗം വെക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ ടൈമില്ലെങ്കിലും ഞാൻ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും തിന്നാൻ കൊടുക്കും. വേഗം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അതും വെച്ച് കപ്പ് ഷവർമയാക്കിയിട്ടുണ്ടായിനി അതും കൊണ്ട് വെച്ച് ഇളനീർ ജ്യൂസൊക്കെ ഒന്ന് വേഗം ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചെടുത്ത് എല്ലാവരും ഒന്ന് ഇരുന്ന് നോമ്പ് മുറിച്ച്. അങ്ങനെ അൽഹംദുലില്ലാ ഇന്നലത്തെ പരിപാടി ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.